അങ്ങനെ നമ്മൾ സഞ്ജു ടെക്കി എയറിൽ ഇങ്ങനെ പാറി പറക്കാണില്ലേ. എന്താണ് സംഭവം? സഞ്ജുവും കൂട്ടുകാരും കൂടി കാറിന്റെ ഉള്ളിൽ ടാർപ്പായ നിരത്തി അതിൽ വെള്ളം നിറച്ച് സ്വിമ്മിംഗ് പൂള് പോലെ ആക്കി. എന്നിട്ട് ആ വണ്ടി എടുത്ത് റോഡിലൂടെ പോയ സമയത്ത് കാറിനുള്ളിൽ മൊത്തം ലീക്കായി. എയർ ബാഗ് ഒക്കെ പൊട്ടി ആകെ പണി വാളി. MVD പൊക്കിയപ്പോ സഞ്ജുണ്ണൻ എന്താക്കിന്ന് അറിയോ? അതും കണ്ടന്റ് ആക്കി. അവസാനം ഹൈക്കോടതി ഒരു ഇടപെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കാണ് മക്കളെ. ഇതാ മോനെ, നീ അത്രയ്ക്ക് അങ്ങ് നെകളിക്കേണ്ടട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അണ്ണനെ ഹൈക്കോടതി ഷർട്ടിന്റെ കോളറിൽ തൂക്കിയെന്നാണ് കേട്ടത്. അതിലേക്കൊക്കെ വരാം. സംഭവം ഞാൻ വിശദീകരിച്ചു തരാം. അതിനു മുമ്പ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഞ്ജുവിന്റെയും കോയി അണ്ണനും സംബന്ധിക്കുന്ന ഒരു വിഷയം സംസാരിച്ചപ്പോൾ കാറിലെ സ്വിമ്മിംഗ് പൂൾ ചെറുതായിട്ട് നോക്കി വിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. MVDയും കോടതിയും ഒക്കെ ഊക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അണ്ണൻ നോക്കി വിട്ടതാണ്. വേറെ ആരും അതിനെ കുറിച്ച് അങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്തായാലും നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ട്, ആ ഭാഗം ചെറുതായിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യിപ്പിക്കാം. സഞ്ചരിക്കുന്ന സ്വിമ്മിംഗ് പൂളിലേക്കുള്ള സഞ്ജുട്ടന്റെ സവാരി അതിന് മറ്റൊരു അപരാധം. അവസാനം വെള്ളം മൊത്തം ലീക്കായി, വണ്ടിയിലേക്ക് ആകെ വെള്ളം നിറഞ്ഞു. എയർ ബാഗും വെളിയിൽ വന്ന് അടപടലും മൂഞ്ഞിതാണ് കേട്ടത്. കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഓരോ കഷ്ടപ്പാടുകളല്ലേ. തിന്നിട്ടുണ്ടല്ലേ, എല്ലിന്റെ ഇടയിൽ കയറി സൂക്കേടാണ് പിന്നെ അതെ. അങ്ങനെ അന്ന് കണ്ടന്റിന് വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഇപ്പൊ അതാ നല്ല ഒന്നാം തന്നെ പണിയായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സഞ്ജുവിന്റെ കാല് സ്വിമ്മിംഗ് പൂൾ വീഡിയോ കണ്ട് MVD എന്താക്കി എല്ലാരും ഇങ്ങനെ നിരത്തി പൊക്കി. ആ സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അത്യാവശ്യം വലിയ വാർത്ത ആയതൊക്കെയാണ്. സഞ്ജുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തെന്ന രീതിയിലാണ് വാർത്ത വന്നിരുന്നത്. അങ്ങനെ എന്ത് കിട്ടിയാലും കണ്ടന്റ് ആക്കുന്ന സഞ്ജു എന്താക്കി ഈ സംഭവത്തെ നല്ലോണം മുതലാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും നമുക്ക് സഞ്ജുവിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഭയങ്കര പോപ്പുലർ ആയിരിക്കുകയാണ്. ഓൾ താങ്ക്സ് ടു യു ഗൈസ്. എസ്പെഷ്യലി നമ്മുടെ മീഡിയക്കാർക്കാണ് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത്. കാരണം ഗൈസ് നിങ്ങളൊന്നും ഇല്ലാതെങ്കിൽ ഞാൻ ഇത്ര റീച്ച് ആകത്തില്ല. TV മാത്രമല്ല ഗൈസ് നമ്മൾ റീച്ച് ആയിട്ടുള്ളത്. ഗൈസ് പത്രം എന്ന് പറഞ്ഞാൽ അവിടെ അത് പത്രത്തിന്റെ അകത്തൊന്നുമില്ല, പത്രത്തിന്റെ ഫ്രണ്ട് പേജ്. അത് ഒരു പത്രത്തിലല്ല, ഓൾമോസ്റ്റ് എല്ലാ പത്രത്തിലും. ഓൺലൈൻ ന്യൂസിന്റെ കാര്യം പറയാനുള്ളത് കണക്കേ ഇല്ല, അതിന് എണ്ണമേ എടുക്കാൻ പറ്റില്ല. അത്രത്തോളം ഓൺലൈൻ ന്യൂസ് ഉണ്ട്. ഓൾ ഇന്ത്യ ലെവലിലാണ് പോയത്. സോറി മൈ ബോയ്സ് ആൻഡ് ഗേൾസ്, ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ ദുബായ് റേഡിയോയിൽ വരെ നീ ഫേമസ് ആണ്. വയറിലടാ ഒമ്മ വയറില് ഒരു രക്ഷയിലോ സമ്മതിച്ചു അമ്മായി ദുബായിൽ വരെ നമ്മളൊക്കെ എത്തിയിരിക്കുകയാണ്. ഓൾ താങ്ക്സ് ടു യു ഗൈസ്. സത്യം പറഞ്ഞാൽ ഗൈസ് ഇതിനൊക്കെ ഞാൻ എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ്. കാര്യമായിട്ട് പറഞ്ഞാണ് ഗൈസ്, എന്റെ ലൈഫിൽ എന്റെ യൂട്യൂബ് കരിയറിൽ ഇങ്ങനത്തെ ഒരു റീച്ച് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഗൈസ് എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്ത ആൾക്കാർക്കും MVDക്കും അവരവരുടെ ജോബാണ് ചെയ്തത്, അത് ഞാൻ മാനിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്ത മീഡിയക്കാരാണ്. അവരോടാണ് എനിക്ക് ഭയങ്കര വലിയ താങ്ക്സ് പറയാനുള്ളത്. കാരണം യു ഗൈസ് മേഡ് മീ ഫക്കിംഗ് പോപ്പുലർ. വീണ്ടും വിദ്യയാക്കുക എന്നൊക്കെ കേട്ടില്ലേ, അതാണ് നമ്മുടെ സഞ്ജുബായുടെ ലൈന്. സംഭവം സ്വിമ്മിംഗ് പൂൾ പരിപാടി മൊത്തത്തിലൊക്കെ കയ്യിന്ന് പോയി. കാർ ഓൾറെഡി ആകെ നാശമായി. ഇപ്പൊ അതാ MVDയും പൊക്കി. അതൊന്നും നമ്മുടെ സഞ്ജുട്ടന്റെ പ്രശ്നമല്ല മക്കളെ. കാരണം പാൻ ഇന്ത്യ റീച്ചല്ലേ കിട്ടിയിരിക്കുന്നത്. ഏത് ന്യൂസ് എടുത്താലും സഞ്ജുബായുടെ ഫോട്ടോയും ഫുൾ ഫിഗറും മാത്രം. അങ്ങ് ദുബായ് റേഡിയോയിൽ വരെ സഞ്ജുവേട്ടന്റെ കുത്തിക്കയ്പിനെ കുറിച്ചുള്ള ന്യൂസ് വരെ വന്നു എന്നുള്ളതാണ്. സഞ്ജുവിനെ അങ്ങോട്ട് വെച്ചിട്ട് കയറ്റാണ്. സഞ്ജു അണ്ണന്റെ വീരവാദം തീർന്നിട്ടില്ല മക്കളെ, ബാക്കിയും കൂടി കണ്ടോക്കാം. ബുധനാഴ്ച രാവിലെ തന്നെ ഞാൻ എണീക്കണമെന്ന് പറഞ്ഞു. എന്റെ വീട്ടുകാർ വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്നെ മൊത്തം TV കാണിക്കണം, എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ എണീക്കണത്. രാവിലെ തന്നെ എന്റെ ന്യൂസ് കണ്ടിട്ട് എല്ലാരും ഓടിക്കൂടിയാ എന്റെ റൂമിൽ ഞാനാണിക്കണത് ഉറങ്ങുക. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ഞാൻ നോക്കുമ്പോ വീട്ടുകാരൊക്കെ എന്നെ ചുറ്റിന് നിൽക്കുന്നു. MVD എന്നെ വിളിച്ച് 24 ന്യൂസിൽ അന്ത് തന്നെ വിളിച്ച് എല്ലാരും വിളിച്ച് ചോദിച്ചോണ്ടിരിക്കും. പക്ഷെ സീൻ എന്താ പറയട്ടെ, ലൈസൻസ് എന്ന് പറയുന്ന സാധനം കട്ടാക്കിയിട്ടില്ല, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കട്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല. ഈ ന്യൂസുകാർ ചുമ്മാ അടിച്ചിറക്കുക. ഞാനിപ്പോ വണ്ടിയല്ലേ ഓടിക്കുന്നത്. ഇപ്പൊ എന്റെ ലൈസൻസ് എങ്ങനെ കട്ടായിരുന്നു, എനിക്ക് ഇത് ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞ ഈ മീഡിയ ഉണ്ടല്ലോ, അവര് പറയണ കംപ്ലീറ്റ്ലി നിങ്ങളാരും വിഴുങ്ങ. നമ്മൾ ചെയ്ത റോങ് ആണ്. കാരണം നമ്മൾ പബ്ലിക്കിലോട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു പബ്ലിക് ന്യൂസൻസും ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇല്ലെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലായിരിക്കും ഇതേപോലത്തെ കോണ്ടന്റുകൾ ചെയ്യാൻ പോകുന്നത്.
അത് ശരി. അപ്പൊ ഇനിയും ഈ ടൈപ്പ് അപരാധങ്ങളൊക്കെ കാണേണ്ടി വരുന്ന അർത്ഥം. ആശാന ഇതൊന്നും നിർത്താനുള്ള യാതൊരു പ്ലാനും ഇല്ല. നമ്മളൊക്കെ ഒരു ഗതികേട് നോക്കണേ. എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് കാര്യം ചൊല്ലുന്ന കണ്ടില്ല നിങ്ങൾ? പണിഷ്മെന്റ് കിട്ടിയ ഒരാളാണ് പോകുന്നതും കൂടി നിങ്ങൾ ഓർക്കണം. ഈ നാടിന് വേണ്ടി എന്തോ വീരകൃത്യമൊക്കെ ചെയ്ത് ഈ ബൊക്കയും പൂമാലൊക്കെ സ്വീകരിച്ച് പോണ പോലെ അല്ലെ. സഞ്ജു ഫാൻസിനെ ആഘോഷിക്കാനുള്ള വകയൊക്കെ അണ്ണൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബാക്കി ഉണ്ടോക്കാം. പിന്നെ കാര്യം നമ്മുടെ ആർട്ടിഒ പറഞ്ഞ പോലെ തന്നെ 3-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ ഒരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് കുറെ ഡ്രൈവിംഗ് റൂൾസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നതാണ്. അതൊന്നും നല്ലൊരു കാര്യമാണ്. എന്തായാലും എനിക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അത് ഓ വേണ്ട 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 വേണ്ടാത്തോണ്ട. ഞങ്ങൾക്ക് അത്യാവശ്യം റൂൾസ് ഒക്കെ അറിയാം. സഞ്ജു ഏട്ടൻ ചെന്നിട്ട് നല്ല കുട്ടിയായിട്ട് റൂൾസ് ഒക്കെ പഠിച്ചതാ കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ ബ്ലോഗ്സും ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ട്രിപ്പ് പോയിട്ട് കുറച്ച് നാളായി. ഇത് എനിക്കോട് മലപ്പുറത്ത് എങ്ങനെയാണ് ഈ സ്ഥലം. അപ്പൊ എന്തായാലും ഞാൻ എന്റെ ഫ്രണ്ട്സ് കൂടെ നേരെ മലപ്പുറത്ത് പോയിട്ട് ട്രിപ്പ് പോയി അവിടെ കറങ്ങുകയും ചെയ്യാം, ഈ ക്ലാസ്സും കൂടെ പൊളിക്കുകയും ചെയ്യാം. അതാണ് കഴിച്ചപ്പോ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്താണ് കേസ്, നമ്മുടെ റീച്ച് ഉണ്ടല്ലോ വേറെ ലെവലിൽ റീച്ച് ആയി പോയി. സത്യം പറഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പാൻ ഇന്ത്യൻ ലെവല് ഒരു രക്ഷയില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. റൂൾസ് ആർ മെന്റ് ടു ബി ഫോളോഡ്. അതുകൊണ്ട് എല്ലാവരും റൂൾസ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ട്രാഫിക് റൂൾസും കാര്യങ്ങളും. എന്തായാലും ഞാൻ ഇനി ട്രാഫിക് റൂൾസ് ഒക്കെ കംപ്ലീറ്റ്ലി നല്ല ഫോളോ ചെയ്യുന്നതാണ്. വിതൗട്ട് എനി റെഗുലേഷൻസ് ആൻഡ് ഓൾ. നിങ്ങൾ ട്രാഫിക് റൂൾസ് ഒക്കെ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ പാലിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് ശരി. അപ്പൊ ഇനി തൊട്ട് ട്രാഫിക് റൂൾസ് ഒക്കെ ഞാനും ഫോളോ ചെയ്യും ഗൈസ്. നിങ്ങളും ഫോളോ ചെയ്യണം കേട്ടോ. സഞ്ജു ഏട്ടന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു. ഉപദേശം ഊക്കൽ ഒരുമിച്ച് കണ്ട കേട്ടോ. ഞങ്ങളൊരു മൂലയിലൂടെ ഇങ്ങനെ ജീവിച്ചു പൊക്കോളാം. എന്തായാലും ക്ലാസ് കേൾക്കാനുള്ള പോക്ക് ഒരു ട്രിപ്പാക്കി മാറ്റാനാണ് ആശാന്റെ പരിപാടി. എന്തായാലും കാറും കേട് വന്ന് പൈസയും പോയി. ആകെ പൊല്ലപ്പായി നിൽക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് സഞ്ജു പോലും വിചാരിക്കാത്തത്ര ലെവലിലേക്ക് ഈ സംഭവം കയറി വൈറലാവുന്നത്. അതിന്റെ നെഗളിപ്പാണ് നമ്മളിപ്പോ കണ്ടത്. ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അല്ലെ. എങ്ങനെ നോക്കിയാലും അണ്ണന് ലാഭം തന്നെ. പക്ഷെ ഇനിയാണ് ശരിക്കും കഥ ആരംഭിക്കുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ചാണെങ്കിൽ ഈ വീഡിയോയിലെ അണ്ണന്റെ നെഗളിപ്പ് ഹൈക്കോടതിക്ക് ഒന്നും തീരെ പിടിച്ചില്ല. ആർക്കാണ്? ഹൈക്കോടതിക്ക്. സംഭവം ഞാൻ വിശദമാക്കി തരാം. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ന്യൂസ് ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ആലപ്പുഴ ആർടിഒ രമണൻ നമുക്കിപ്പം ടെലിഫോണിൽ ശരിയാണ്. ശ്രീരമണൻ, ഈ സഞ്ജു ടെക്കിക്കെതിരെ കേസെടുത്തതിന് ശേഷം ഈ കേസെടുത്തത് പോലും തനിക്ക് റീച്ച് കൂട്ടുകയാണ്. 10 ലക്ഷം രൂപ ചെലവാക്കിയാൽ പോലും ലഭിക്കാത്ത റീച്ച് തനിക്ക് കിട്ടി. പരിശീലന ക്ലാസ് തന്നെ താനൊരു ട്രിപ്പായിട്ടാണ് കണക്കാക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ സഞ്ജു പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? ഇത്തരത്തിൽ കേസെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത് സമൂഹത്തിൽ തെറ്റായൊരു സന്ദേശം നൽകില്ലേ? എന്താണ് ഇപ്പോൾ വകുപ്പിന്റെ തീരുമാനം? ഇയാളുടെ ഈ വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ പൂർണ്ണമായും എടുത്ത നടപടിക്രമങ്ങൾ അത് എന്റെ മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം ബ്ലോഗർമാർക്കെതിരെ മോട്ടോർ വാഹന നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഇത്തരം നടപടിക്രമങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം കർശനമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഹൈക്കോടതിക്ക് നേരിട്ട് ഇടപെടാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എന്താ ഇപ്പൊ ഇതിന്റെ അവസ്ഥ? ചെറിയ 1-2 പണിഷ്മെന്റ് ഒക്കെ വാങ്ങി കഴിച്ചാലായതായിരുന്നു ചങ്ങായി. അപ്പോഴാണ് അണ്ണന്റെ സ്ഥിരം തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുന്ന സ്വഭാവം കയറി വന്നത്. ഞാനെന്തോ വലിയ സംഭവമാണ്, നമുക്കിതൊന്നും ഏൽക്കാൻ പോണില്ല, ഇതും അണ്ണന് കണ്ടന്റ് ആണ് മക്കളെ എന്നും പറഞ്ഞ് വീഡിയോ ചെയ്തത്. നോർമലായിട്ട് ശിക്ഷ വാങ്ങി ഒതുക്കിയിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? സഞ്ജുവിന്റെ വീഡിയോ കണ്ട് എല്ലാവരും എന്ത് വിചാരിച്ചു? നമ്മുടെ നാട്ടിൽ എന്ത് അപരാധം കാണിച്ചാലും ഇത്രയൊക്കെയുള്ള ശിക്ഷയേ ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വൈറൽ ആവാം. ഫാനിന്റെ റീച്ചൊക്കെ ചൊളിയിൽ കിട്ടുമല്ലേ. ഇങ്ങനൊരു സന്ദേശം സഞ്ജുവിന്റെ വീഡിയോയിൽ ഉള്ളതായതാണ് പണിയായത്. എല്ലാം കൂടെ എടുത്ത് കണ്ടന്റ് ആക്കാൻ നിന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോ കോടതിന്റെ നടപടി എന്തൊക്കെയാകും എന്നുള്ളത് പറയാൻ പറ്റൂല മക്കളെ. ഇനിയിപ്പോ സഞ്ജുവിന് കണ്ടന്റിന്റെ ചാകരാണല്ലോ. കോടതി കയറിറങ്ങുന്നൊക്കെ ഇനി കണ്ടന്റ് ആക്കാലോ. എന്താലേ. അപ്പൊ അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല. വേറെ ഇപ്പൊ എന്ത് പറയാൻ ഇതിനൊക്കെ അല്ലെ. എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.